വാക്യങ്ങൾ 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് ഇപ്പോൾ വായിക്കാം. മൈക്കിലൂടെ പ്രിയപ്പെട്ടവരെ വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 1 പത്രോസ് 4ന്റെ 19-ാമത്തെ വചനം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കിൽ ധനമേൽപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. കഴിഞ്ഞ ഒരു സഭാ കൂട്ടായ്മയിൽ ഈ ദൈവവചനത്തിന്റെ ഒരു ഭാഗം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനിടയായി. ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ. അപ്പോൾ ദൈവഹിതമല്ലാതെ കഷ്ടം സഹിക്കുന്നവരുണ്ട് എന്ന കാര്യമാണ് കഴിഞ്ഞ കൂട്ടായ്മയിൽ നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞത്. ഈ നാളുകളിൽ ദൈവസഭയോടുള്ള ബന്ധത്തിലും ദേശത്തെവിടെ നോക്കിയാലും പ്രിയമുള്ളവരെ രോഗങ്ങൾ, അതുപോലെ ക്ലേശങ്ങൾ, പലവിധമായിരിക്കുന്ന അനർത്ഥങ്ങളിലൂടെയൊക്കെ ആളുകൾ കടന്നുപോകുന്നു. അപകടങ്ങൾ വർദ്ധിക്കുന്നു, രോഗങ്ങൾ വർദ്ധിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ഭയവിഹുലമായ ഒരു പ്രത്യേക അന്തരീക്ഷം എല്ലായിടത്തും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെക്സാസില് പെട്ടെന്നാണ് ഒരു മിന്നൽ പ്രളയം ഉണ്ടായി. അനേകം ആളുകൾ മരിക്കാനൊക്കെ ഇടയായി. കുറെ കുഞ്ഞുങ്ങൾ ആ നിലയിൽ ഒഴുകിപ്പോയതും മരണപ്പെട്ടതായ വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കാനിടയായിട്ട് തീരുന്നു. പ്രിയമുള്ളവരെ, അനർത്ഥങ്ങൾ പെരുകുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ നാം മുമ്പ് പാടിയതുപോലെ ഭയപ്പെടേണ്ട ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സ്വരം എപ്പോഴും നാം കേൾക്കുന്നു. ഭയപ്പെടേണ്ട എന്നാണ് തിരുവചനത്തിൽ ആവർത്തിച്ചു പറയുന്നൊരു വാക്കാണ് ഭയപ്പെടേണ്ട. ദൈവത്തെ നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ രണ്ട് വിധത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, നമ്മുടെ തെറ്റായ ജീവിതം കൊണ്ട് വരുന്ന കഷ്ടങ്ങളാണ്. മറ്റൊന്ന് ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങളാണ്. തെറ്റായ ജീവിതം കൊണ്ടുണ്ടാകുന്ന കഷ്ടങ്ങൾ, പ്രിയമുള്ളവരെ, നാം അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ സന്ദേശം നമുക്ക് നൽകുന്നത് അപ്രകാരമുള്ള തെറ്റിൽ നിന്ന് നമ്മൾ പിന്തിരിയണം. പ്രിയമുള്ളവരെ, നാം കഷ്ടതകളെ മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കരുത് എന്നുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാൻ ഇടയായത്. ഒന്നാമത് നാം ഓർത്തത്, തിന്മ ചെയ്താൽ കഷ്ടം വരും. അത് വിശദീകരിക്കുന്നില്ല. നമ്മൾ യൂട്യൂബിലും ആ മെസ്സേജ് ആ നിലയിൽ അപ്ലോഡ് ചെയ്യാൻ ഇടയായി. പ്രിയ മത്തസാറിന്റെ മകൻ പ്രിയ സരിനാണ് അത് ആ നിലയിൽ ക്രമീകരിക്കാൻ ഇടയായത്. ദൈവിക സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടത്തക്കവണ്ണം ആ നിലയിൽ അത് ക്രമീകരിക്കുന്നു. വാത്സല്യ മകനെയും ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്നാമത് നാം ഓർക്കുന്നത്, തിന്മ ചെയ്താൽ കഷ്ടമുണ്ടാകും. തിന്മ ചെയ്തിട്ട് കഷ്ടം വരുമ്പോ അത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടമാണെന്നോ ദൈവത്തെ സ്നേഹിക്കുന്നത് കോർക്ക് കഷ്ടമുണ്ടാകുമെന്നോ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടരുത്. അത് തിന്മയാൽ ഉള്ള കഷ്ടമാണ്. തിന്മ മാറ്റണം, എങ്കിലേ അതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നാം വായിച്ചത്, പ്രിയമുള്ളവരെ, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ പരകാര്യത്തിൽ ഇടപെടുന്നവനോ കൊലപാതകനോ ഒക്കെ ആകുമ്പോ തെറ്റായിരിക്കുന്ന ജീവിതം നയിച്ചാൽ അതുവഴി കഷ്ടത ജീവിതത്തിൽ വരുമെന്നും ആ കഷ്ടത ദൈവഹിതപ്രകാരമുള്ളതല്ല, അത് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണെന്നും നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞു. മൂന്നാമത് നാം ഓർത്തത് 107-ാം സങ്കീർത്തനം 10, 11, 12 വാക്യങ്ങളിൽ നിന്നാണ്. അത്യുന്നതന്റെ ആലോചനയോട് മത്സരിക്കുമ്പോൾ
ദൈവവചനത്തോട് നാം മത്സരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവവചനം നാം കേൾക്കുന്നത് പ്രിയമുള്ളവരെ നമ്മെ തിരുത്തുന്നതിനും നമ്മുടെ കുറവുകൾ ഓർത്ത് അനുദപിക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ അതിനു പകരം നാം വചനത്തോട് മത്സരിച്ചാൽ, അത്യുന്നതന്റെ ആലോചന തള്ളിക്കളഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. നാലാമത് നാം ഓർത്തത് തിമോഥെയോസിന്റെ ലേഖനം അതിന്റെ 6-8-9 വാക്യങ്ങളിൽ നിന്നാണ്. ധനവാനാകാൻ ആഗ്രഹിക്കുന്നവർ കഷ്ടതയിലും കണിയിലും അകപ്പെടുമെന്ന് വായിക്കാനായിട്ട് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ജോലി ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വേണ്ട എന്നല്ല കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ധനവാനാകാൻ വേണ്ടിയാണെങ്കിൽ ആത്മീയ മൂല്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ആത്മീയ കൂട്ടായ്മകളൊന്നും ഇല്ലാതെ ലോകത്തിനു വേണ്ടിയുള്ള ഓട്ടമാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ അതിലൂടെ കഷ്ടത വരുമെന്ന് വചനം പറയുന്നു. അത് നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞു. അഞ്ചാമത് നാം ഓർത്ത ഒരു കാര്യം, ഹൃദയത്തെ കഠിനമാക്കുന്നവൻ കഷ്ടതയിൽ അകപ്പെടുമെന്നാണ്. അത് സദൃശ്യവാക്യ യെശയ്യാവിന്റെ പുസ്തകം സദൃശ്യവാക്യങ്ങൾ 28-14 വാക്യത്തിൽ നിന്നാണ് ആ വാക്യം നാം വായിച്ചത്. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയം കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടുമെന്നാണ്. ആറാമത് നാം ഓർത്തത് ഗലാത്യ ലേഖനം 6-7-8 വാക്യങ്ങളിൽ നിന്നാണ്. അവിടെ വായിക്കുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുമെന്നാണ്. പ്രിയമുള്ളവരെ, ആളുകൾ അധിക പേരും അത് ശ്രദ്ധിക്കാറില്ല. ജഡത്തിൽ നമുക്ക് പ്രതികരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവജനത്തിന്റെ ഇടയില്, സഭകളില്, കുടുംബങ്ങളില് ഒക്കെ എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? കാരണം ഒരു സാഹചര്യം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്നോട് ഏത് അളവിൽ ഇടപെടുന്നുവോ അതേ അളവിൽ ഞാൻ തിരിച്ചിടപെടുകയാണ്. വചനം പറയുന്നു, ജഡത്തിൽ വിതച്ചാൽ അതിന്റെ ഫലം എന്താണ്? നാശം കൊയ്യുമെന്നാണ്. പ്രിയമുള്ളവർ, ഈ വചനങ്ങളൊക്കെ നമ്മെ വളരെ ഭയപ്പെടുത്തേണ്ടതാണ്. അത് ചിന്തിച്ച് അതിനോട് ചേർത്ത് നമ്മൾ ഒരു വാക്യം വായിച്ചത് ഇന്ന് അല്പം കൂടി അത് വിശദമായിട്ട് ഓർക്കണമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. അതേതാണെന്നറിയാമോ? വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യമാണ്. കാരണം ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. നമുക്ക് ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം കൂടെ ഉണ്ട്. ദൈവത്തിന്റെ ഒരു മനസ്സ് നമ്മൾ ആ വചനത്തിലൂടെ അറിയുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ന്റെ 31 വാക്യം, കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. നമ്മൾ ആ വാക്കോർക്ക്, കർത്താവ് എന്നേക്കും എന്ത് ചെയ്യുകയില്ല? തള്ളിക്കളയില്ല. തള്ളിക്കളയാനാണെങ്കിൽ ഈ വചനങ്ങളൊക്കെ നമ്മെ കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ദൈവാലോചന നമുക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തള്ളിക്കളഞ്ഞാൽ മതിയായിരുന്നു, അല്ലേ? ജഡത്തിൽ വിതച്ച നാശം കൊയ്യുമെന്നും, പ്രിയമുള്ളവരെ, വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നും, തിന്മ വിതച്ച തിന്മയാണ് കൊയ്യാൻ പറ്റുന്നതെന്നും, അതുപോലെ പ്രിയമുള്ളവരെ, ഓരോ കാര്യങ്ങൾ നമ്മെ കേൾപ്പിക്കുന്നത് ആ കർത്താവ് നമ്മെ തള്ളിക്കളയാൻ വേണ്ടിയല്ല, നമ്മെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ ആ നിലയിൽ ചിന്തിച്ചു. ഇന്ന് രാവിലെ ഒരു കാര്യം, തിരുവത്താഴ ശുശ്രൂഷ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു കാര്യം കൂടെ ആ ബന്ധത്തിൽ ഓർപ്പിച്ചിട്ട് ദൈവഹിതപ്രകാരമുള്ള കഷ്ടം എന്താണെന്ന് ഓർപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം. അറിയുന്ന വാക്യമാണ് 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 11-ാം അധ്യായം 27, 28, 29 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആ വാക്ക് എപ്പോഴും വായിച്ചു കേൾക്കുന്നത് കൊണ്ട് ആ വചനത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോയോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അല്ലേ? നമ്മളെ വാക്ക് ഇപ്പോ വായിച്ച വചനം ശ്രദ്ധിച്ചേ. തിന്നുകയും
കുടിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. 30-ാമത്തെ വാക്യം. ഇത് ഹേതുവായി ഏത് ഹേതുവായി? ശരീരത്തെ വിവേചിക്കാത്തതുമൂലം. പ്രിയമുള്ളവരെ, ഇത് ഹേതുവായി തങ്ങളെ തന്നെ ശോധന ചെയ്യാത്തതുകൊണ്ട്, കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കാൻ യോഗ്യരാണെന്ന് നമ്മൾ ശോധന ചെയ്ത് അറിയാത്തതുകൊണ്ട്, തെറ്റുകൾ തിരുത്താത്തതുകൊണ്ട്, പ്രിയമുള്ളവരെ നിരപ്പാകാത്തതുകൊണ്ട് എന്തു സംഭവിക്കുന്നു? ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും എന്ത് ചെയ്യുന്നു? നിദ്ര കൊള്ളുന്നു. അപ്പൊ തിരുവത്താഴത്തിൽ അയോഗ്യതയോടെ പങ്കെടുത്താൽ ദൈവവചനം വ്യക്തമായി പറയുകയാണ്, ഇത് മുഖാന്തരം അനേകം ആളുകൾ എന്തായിത്തീരുന്നു? രോഗികളായിത്തീരുന്നു, ബലഹീനരായിത്തീരുന്നു. ചിലര് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? മരണപ്പെടാനിടയായിത്തീരുന്നു. അല്ലേ? നമുക്ക് പൊതുവായിട്ടൊരു കാര്യം അറിയാം, ദൈവസഭയിൽ രോഗം ആർക്ക് വന്നാലും നമ്മൾ പറയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്താണ്, എല്ലാം നന്മയ്ക്കാണ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് ആശ്വസിക്കുന്നു. എന്നാൽ പ്രിയയുടെ അങ്ങനെ ആശ്വസിക്കല്ല, എല്ലാത്തിലും അങ്ങനെ ആകരുത്. കാരണം ദൈവഹിതമല്ലാത്ത കഷ്ടമാണോ, എന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് വന്നതാണോ എന്ന് പരിശോധിക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രിയമുള്ളവർ, എനിക്ക് മറ്റൊരാളെ വിധിക്കാൻ കഴിയില്ല. ഞാനൊരു ശുശ്രൂഷകനായിരുന്നു കൊണ്ട് എനിക്ക് നിങ്ങളെ വിധിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മനസ്സെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് എന്നെ വിധിക്കാം. ഇന്ന് ഈ കർത്തൃമേശയിലേക്ക് വരുമ്പോ ഞാനും എന്റെ ഭാര്യയുമായിട്ട് വഴക്കാണ്, ഞാനും എന്റെ മക്കളുമായിട്ട് മിണ്ടുന്നില്ല, ഞാനും എന്റെ മാതാപിതാക്കളുമായിട്ട് പ്രശ്നത്തിലാണ്, ഞാൻ മറ്റുള്ളവരും സഭയിലുള്ള ചിലരുമായിട്ട് എനിക്ക് വിദ്വേഷമുണ്ട്, പകയുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ, ഇതെനിക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കെ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ദൈവവചനം പറയുന്നു, ഇത് മുഖാന്തരം നാം രോഗികളാകും, ഇത് മുഖാന്തരം ബലഹീനരാകും, ഇത് മുഖാന്തരം പെട്ടെന്ന് മരണം വരെ ഉണ്ടാകുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ പ്രിയമുള്ളവരെ രോഗം നാം വരുത്തരുത്. ആ നിലയിലുള്ള മരണം പെട്ടെന്നുണ്ടാകാൻ നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ ആളുകൾ അതിന് കണ്ടെത്തുന്ന ഒരു മാർഗമാണ്, എന്റെ ഭാഗത്ത് കുറവുണ്ട്, അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് കർത്തൃമേശയിൽ എന്ത് ചെയ്തേക്കാം, അങ്ങ് മാറിയിരുന്നേക്കാം. അതാണോ അതിന്റെ പോംവഴി? അത് അതിനേക്കാൾ ഗൗരവമാണ്. എന്താ ഗൗരവം? പാപത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ട് ദൈവാത്മാവ് പാവബോധം വരുത്തിയിട്ട് തിരുത്താൻ മനസ്സില്ലാത്തത് കൊണ്ടല്ലേ കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കുന്നത്? തെറ്റ് ബോധ്യമുണ്ട്, എന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, എനിക്ക് ആരോടെ നിരപ്പാകാനുണ്ട്, ദൈവാത്മാവ് ബോധ്യം തന്നു. ഞാൻ കർത്തൃമേശ എടുക്കാതിരിക്കുമ്പോൾ അതിലൂടെ ഞാൻ വെളിപ്പെടുത്തുന്നത് എന്താണ്? എനിക്ക് തെറ്റുണ്ട്, തിരുത്താൻ എനിക്ക് മനസ്സില്ല, ഞാൻ തിരുത്തുന്നില്ല. പ്രിയളെ, അങ്ങനെ വരുമ്പോഴാണ് സങ്കീർത്തനം 107:10-11 വാക്യം നാം വായിച്ചല്ലോ. അത്യുന്നതന്റെ ആലോചനയെ നിരസിച്ചിട്ട് ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുമ്പോൾ അത് മുഖാന്തരം എന്തായിത്തീരുന്നു? കഷ്ടതയിലായിത്തീരുന്നു. ആ വാക്യം ഒന്നോടൊന്ന് വായിക്കാമോ? 107-ാം സങ്കീർത്തനം അതിന്റെ 10 മുതലുള്ള വേദവാക്യങ്ങൾ. 107-ാം സങ്കീർത്തനത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും. 2 വാക്കാണ്. ദൈവത്തിന്റെ വചനത്തോട് എന്ത് ചെയ്യുന്നു? മത്സരിക്കും. എങ്ങനെയാണ് മത്സരിക്കുന്നത്? ദൈവദാസൻ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ മക്കളോട് അല്ലെങ്കിൽ കൂട്ടുവിശ്വാസിയോട് എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ ക്ഷമിച്ചിട്ടില്ല, എനിക്ക് അവരോട് ഉള്ളിൽ കയ്പുണ്ട്, വൈരാഗ്യമുണ്ട്, മനസ്സിലായി. മനസ്സിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അത് തിരുത്താതിരിക്കുമ്പോൾ ഞാൻ ദൈവവചനത്തോട് എന്ത് ചെയ്യുകയാണ്? മത്സരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഒരിടത്തും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ന് ദൈവസഭകളിൽ ആരംഭത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വചനത്തിന്റെ മുമ്പിലൊക്കെ ജനം ഇരുന്ന് കരഞ്ഞ സന്ദർഭങ്ങളുണ്ട് പ്രിയമുള്ളവരെ. എന്നിട്ട് കർത്തൃമേശയിലൊക്കെ മുമ്പ് പോയി കെട്ടിപ്പിടിച്ച് നിരപ്പായി. എന്റെ കാരണം ആ വചനത്തിങ്കൽ വിറയ്ക്കുന്നൊരു ഹൃദയം ഉണ്ടായിരുന്നു. അതോട് എന്ത് സംഭവിച്ചു? ജനം അനുഗ്രഹിക്കപ്പെട്ടു.
പ്രിയമുള്ള ജനം അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് ആ അവസ്ഥകൾക്ക് പലയിടങ്ങളിൽ മാറ്റം വരികയാണ്. നമ്മുടെ ഇടയിൽ അത് സംഭവിക്കരുത്. അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം, ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു. പിന്നെ അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി എന്നാണ്. ദൈവവചനത്തോട് മത്സരിച്ചാൽ ഇവിടെ ഹൃദയത്തെ കഷ്ടത കൊണ്ട് താഴ്ത്തുകയാണ്. എന്നാൽ ഈ വചനത്തോട് നാം അനുകൂലമായി പ്രതികരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാമത്തെ വചനം കൂടെ ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 66-ന്റെ 2-ാമത്തെ വാക്യം. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പിന്നെ എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കും. പ്രിയമുള്ളവരെ, ആരുടെ വാക്കാണിത്? കർത്താവിന്റെ വചനമാണ്. അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ എന്ത് ചെയ്യുന്നു? വിറയ്ക്കുന്നവൻ. അല്ലേ? അവനെ ദൈവം കടാക്ഷിക്കും. പ്രിയമുള്ളവർ, ഒരു തെറ്റ് സംഭവിച്ചു, ഒരു വീഴ്ച സംഭവിച്ചു. കർത്താവ് എന്നേക്കുമായിട്ട് തള്ളിക്കളയുകയല്ല. എന്നാൽ ആ തെറ്റ് ഉള്ള അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കർത്താവിന് കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ആ വചനത്തിങ്കൽ വിറയ്ക്കുന്ന ഹൃദയത്തോടെ, കർത്താവേ, എന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. ഓൺലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഓർക്കണമേ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, പ്രിയമുള്ളവരെ, നാം മുഖാന്തരം മറ്റുള്ളവർ മുറിവേൽക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരുപക്ഷെ കത്രമേശയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ആരോടെങ്കിലും ഉള്ളിൽ വിദ്വേഷമുണ്ടോ? ക്ഷമിക്കാനാവാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു പാപവും ദൈവം ക്ഷമിക്കുന്നില്ല. ഒരു നല്ല മനസാക്ഷി എപ്പോഴും നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇത് മുഖാന്തരം പലരും എന്ത് ചെയ്യുന്നു? രോഗികളാകുന്നു, പലരും ബലഹീനരാകുന്നു, പെട്ടെന്ന് മരണപ്പെടുന്നു. എന്നിട്ട് അന്ന് കൊരിന്ത്യർ ലേഖനം 11:31 വായിക്കുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പൊ ഈ വചനം കൊണ്ട് നാം മറ്റുള്ളവരെ അല്ല വിധിക്കേണ്ടത്, നാം നമ്മെ തന്നെയാണ് വിധിക്കേണ്ടത്. അല്ലേ? ഈ വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും, ആ സഹോദരൻ അല്ലെങ്കിൽ ആ സഹോദരി അവർ ശരിയായിട്ടില്ല എന്നൊക്കെ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ വചനം നമ്മെ കേൾപ്പിക്കുന്നത് ഇത് വെച്ച് മറ്റുള്ളവരെ വിധിക്കാനല്ല. ആരെ വിധിക്കാനാണ്? നമ്മെ തന്നെ വിധിക്കാനാണ്. വിധിച്ചിട്ട് ദൈവസന്നിധി നമ്മുടെ കുറവുകൾ ഏറ്റുപറയാനാണ്. നമുക്ക് ഇനിയും വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. പ്രിയമുള്ളവരെ, ആ വചനം, ദൈവത്തിന്റെ മനസ്സ് നമ്മൾ അങ്ങ് കാണുകയാണ് ആ ദൈവവചനത്തിലൂടെ. വിലാപങ്ങളുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. പിന്നെ അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. പ്രിയമുള്ളവരെ, ഈ വാക്കിന്റെ മുമ്പിൽ നമുക്ക് എങ്ങനെയാണ് ഹൃദയം കഠിനമാക്കാൻ കഴിയുന്നത്? അല്ലേ? അവൻ ദുഃഖിപ്പിച്ചാലും, അവൻ ദുഃഖിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ചില കഷ്ടങ്ങൾ വരുത്തിയത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടു. അല്ലേ? ഇനി അവൻ ദുഃഖിപ്പിച്ചാലും കർത്താവ് പറയുകയാണ്, തന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം അവൻ എന്തു തോന്നുമെന്ന്? അവന് കരുണ തോന്നും. അവന് കരുണ തോന്നും. അതിന്റെ 25-ാമത്തെ വാക്യം തൊട്ട് ചില വാക്യം മുകളിലേക്കൊന്ന് നോക്കാമോ? 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. യഹോവ ഇതൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ആദ്യം പറയുന്നു, 25-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഈ പുതിയ ഭാഷാന്തരത്തിൽ വായിക്കാം, തന്നിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാണ്.
അപ്പോ ഈ കാര്യം ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്. ഏത്? അവൻ ദുഃഖിപ്പിച്ചാലും. അപ്പൊ കർത്താവ് ദുഃഖിപ്പിച്ചു, കർത്താവ് ചില വേദനകൾ തന്നു എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ദൈവത്തോടൊരു മറുതലിപ്പുണ്ടാകണ്ട എന്ന്. ചിലരൊക്കെ കഷ്ടതയുടെ നടുവിൽ വരുമ്പോ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നേ, ഇനി എന്തിനാ ദൈവത്തെ അന്വേഷിക്കുന്നേ, ദൈവത്തെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അത് പറയാതിരിക്കാനാണ് ആദ്യമേ പറഞ്ഞു ദൈവം ആരാണ്? ദൈവം നല്ലവനാണ്, അല്ലേ? തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും ദൈവം നല്ലവനാണ്. അടുത്ത വാക്യം എന്താ? യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവർ, ഞാനത് പുതിയ ഭാഷാന്തരത്തിൽ വായിക്കാം. രക്ഷ യഹോവയിൽ നിന്ന് വരുന്നതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് നല്ലത്. പ്രിയമുള്ളവരെ, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുന്നവര്, പ്രിയമുള്ള ജീവിത ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്നവര്, ആ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മരക്ഷയെ മാത്രമായി കാണണ്ട. അത് നമ്മുടെ ശരീരത്തിന്റെ രക്ഷയോടുള്ള ബന്ധത്തിലും ജീവിത പ്രതിസന്ധിയോടുള്ള നടുവിലും വിഷയത്തിലും, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടുന്ന വിടുതൽ ആരിൽ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവവചനപ്രകാരം ദൈവത്തെ നാം കാത്തിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് 27-ാം വാക്യം, യൗവനത്തിൽ തന്നെ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. അപ്പൊ ഞാൻ ഈ വാക്യം ഇങ്ങനെ രാവിലെ ഇങ്ങനെ ശ്രദ്ധിച്ചു. യൗവനത്തിൽ തന്നെ നുകം ചുമക്കുന്നത് പുരുഷന് നല്ലത്. എന്നിട്ട് താഴത്തെ വാക്യം ഇങ്ങനെയാണ്, യഹോവയാണ് അവന്മേൽ ആ നുകം വെച്ചിരിക്കുന്നത്, അതിനാൽ അവൻ ഏകാഗിയായി നിശബ്ദനായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം ചില നുഖങ്ങൾ എന്ത് ചെയ്യുകയാണ്? വെച്ച് തരികയാണ്, അല്ലേ? യൗവനത്തിൽ തന്നെ നുഖം ചുമക്കുന്നത് പുരുഷന് നല്ലത്. അപ്പോ ചില നുഖങ്ങൾ ഒക്കെ നമ്മുടെ മേൽ വരുന്നു, ചില ഭാരങ്ങൾ നമ്മുടെ മേൽ നുഖം വെക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താ? ഇപ്പൊ 2 കാളയെ നമ്മൾ നുഖം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാളയ്ക്ക് അതിന്റെ ഇഷ്ടം പോലെ പോകാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലെ? നുഖം വെച്ചാൽ പിന്നെ ആരുടെ ഇഷ്ടം പ്രകാരമേ പോകാൻ പറ്റുള്ളൂ? നുഖം വെച്ചവന്റെ ഇഷ്ടം പോലെ പോകാൻ പറ്റുകയുള്ളൂ. നുഖം വെച്ചവൻ എങ്ങോട്ട് നയിക്കുന്നു ആ വഴിക്കേ പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ യൗവനത്തിലെ തന്നെ ഈ നുഖം ഏൽക്കുന്നത് നല്ലതാണ്. ആ ഒരർത്ഥം അതിനുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനം എങ്ങനെയാണ് വായിക്കുന്നത്? ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഞാൻ ആ വാക്ക് തന്നെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് ദൈവമക്കളെ. ഞാനൊരു കർഷകനായിരുന്നു. ഈ നുഖം വെച്ച ആ പശ്ചാത്തലമൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഈ കാളയെ നുഖം വെച്ച് നിലം ഒഴുകാൻ കൊണ്ടുപോകുമ്പോഴേ കാളയ്ക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലത്, അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പൊ ചിലപ്പോൾ ഈ വയലിൽ ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് കാളയൊക്കെ കുറെ കുരുത്തക്കേട് കാണിക്കുമ്പോ ഈ നുഖം വെച്ചവന്റെ കയ്യിൽ നല്ല വടിയുണ്ട്. ഈ വടി എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല പൊട്ടിയിൽ വെച്ച് കൊടുക്കാനാ. അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ഉച്ചവരെ ഉഴുതു കഴിഞ്ഞിട്ട് ഈ കാളയെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിക്കുന്ന സമയത്ത് ഈ അടിച്ച പല പാടൊക്കെ ഇങ്ങനെ തണർത്ത് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവർ, അത് കാണുമ്പോ ഉള്ളിലൊരു വേദനയാണ്. വെള്ളം കൊണ്ടൊക്കെ അന്നേരം അത് എന്ത് ചെയ്യും? നന്നായിട്ട് തടവി കൊടുക്കും. കാരണം എന്താണ്? മനസ്സുണ്ടായിട്ട് അടിച്ചതല്ലാതെ അങ്ങനെ പാടുവീഴെന്നോർത്ത് അടിച്ചതൊന്നുമല്ല. കാരണം ഈ കാളയ്ക്ക് നുഖം വെച്ചതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് വരാതിരുന്നപ്പോ അങ്ങനെ ഒരു ശിക്ഷണം കൊടുക്കേണ്ടി വന്നതാണ്. പ്രിയമുള്ളവരെ, കാളയെ കുളിപ്പിച്ച് ഏറ്റവും നല്ല ആഹാരമൊക്കെ കൊടുത്ത് പിന്നെ കാളയെ നിലനിർത്തുന്നത് ഒരു യജമാനൻ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗീയ യജമാനന്റെ നുഖം ഏറ്റുകൊണ്ട് അവന്റെ ഇഷ്ടമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാണ് ദൈവമക്കളെ. പ്രൈസ്തലോ. ചിലപ്പോഴൊക്കെ നുഖം വെച്ചവന്റെ ശിക്ഷണം നാം നമ്മുടെ ഇഷ്ടപ്രകാരം പോകുമ്പോ, നുഖം വെച്ചവന്റെ ഇഷ്ടത്തിലേക്ക് വരാതെ നമ്മുടെ ഹിതപ്രകാരം ജീവിക്കാൻ പോകുമ്പോ അവൻ ചില വഴികളൊക്കെ അടയ്ക്കുന്നുണ്ട്. ഈ നുഖം നമുക്ക് ഭാരമായി തീരാറുണ്ട്. പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് പറയുന്നു, യൗവന പ്രായത്തിൽ തന്നെ നുഖമേൽക്കുന്നത് നല്ലതാണ്. കാരണം എന്നാണെന്നറിയാമോ? യൗവന പ്രായത്തിലാണ് പലരും നുഖമേൽക്കാൻ മടിക്കുന്നത്. യൗവന പ്രായത്തിലാണ് പലരും നുഖം
നുകം തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നത്. വചനം പറയുന്നു, യൗവന പ്രായത്തിൽ നുകമേൽക്കുന്നത് നല്ലത്. എന്റെ 24-ാമത്തെ വയസ്സിൽ ഈ നുകമേൽക്കാൻ ഇടയായത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണ് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഓർക്കുക, ഈ നുകത്തിന്റെ കീഴിലാണ് സംരക്ഷണമുള്ളത്, ഈ നുകത്തിന്റെ കീഴിലാണ് കരുതലുള്ളത്. ഞാൻ ഈ വാക്കൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് കാർഷിക മേഖലയുള്ളവർക്കറിയാം, നിങ്ങൾ ഈ നുകം 2 കാളയും നുകം വെച്ച് നിലമുഴുതുകൊണ്ടിരിക്കുമ്പോ സ്വതന്ത്രമായി നടക്കുന്ന ഒരു കാള ഇതിനെ ഉപദ്രവിക്കാൻ വന്നാൽ നുകത്തിന്റെ കീഴായിരിക്കുന്ന കാള എതിരിടാൻ പോകണോ വേണ്ടയോ? എന്താ ഉത്തരം? 2 കാളയെ യജമാൻ നുകം വെച്ചു, മനസ്സിലായോ? ഉഴുതുകൊണ്ടിരിക്കുമ്പോ സ്വതന്ത്രമായി നടക്കുന്ന ഒരു കാള എന്ത് ചെയ്തു? ഇതിനെ ഉപദ്രവിക്കാൻ വന്നു. ഉപദ്രവിക്കാൻ വന്നപ്പോ ഈ നുകത്തിന്റെ കീഴെയുള്ള കാള എതിരിടാൻ പോകണോ വേണ്ടയോ? പോണ്ട അല്ലേ? കാരണം ആര് നോക്കിക്കോളും? നുകം വെച്ചവൻ നോക്കിക്കോളും എന്ന്. നുകം വെച്ചവൻ നോക്കിക്കോളും. ഈ നുകത്തിന്റെ കീഴെയുള്ള കാളയ്ക്ക് കേടുവന്ന നഷ്ടം യജമാനനാണ്. നിങ്ങൾ എത്ര പേരത് ഉൾക്കൊള്ളുന്നു ദൈവമക്കളെ? ഈ നുകത്തിന്റെ കീഴെ വന്ന കാളയ്ക്ക് നഷ്ടം സംഭവിച്ചാൽ, കേടുവന്നാൽ അതിന്റെ നഷ്ടം കാളയ്ക്കല്ല, നുകം വെച്ച യജമാനനാണ്. അതുകൊണ്ട് സംരക്ഷിക്കാൻ അവൻ വിശ്വസ്തനാണ്. ആ കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത്. യൗവനത്തിൽ നുകമേൽക്കുന്നത് എന്താണ് നല്ലത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നിട്ട് പ്രിയമുള്ളവരെ, ആ 31-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. ഒരുപക്ഷെ നമ്മൾ ആ ഭാഗം ചിന്തിച്ചു നിർത്തേണ്ടി വരും, കാരണം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. 31-ാം വാക്യം, കർത്താവ് ആരെയും ശാശ്വതമായി പരിത്യജിക്കുകയില്ല അഥവാ തള്ളിക്കളകയില്ല. എന്നിട്ട് അടുത്ത വാക്ക്, അവിടുന്ന് ദുഃഖം വരുത്തിയാലും അവിടുന്ന് കരുണ കാണിക്കും, കാരണം അവിടുത്തെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണെന്ന്. അവൻ ദുഃഖം വരുത്തിയാലും ദൈവം എന്ത് ചെയ്യും? കരുണ കാണിക്കും. ഇനി ദുഃഖം വരുത്തിയ സാഹചര്യം നമ്മൾ 7 കാര്യം ചിന്തിച്ചു അല്ലേ? ഇനി ഈ വിലാപങ്ങളുടെ പുസ്തകം ഇത് ആരാണ് എഴുതിയത്? ഇത് ആരെഴുതിയ പുസ്തകമാണ്? യിരെമ്യാവിന്റെ കരച്ചിലാണ്. ഈ വിലാപങ്ങൾ, ഈ കരച്ചിൽ ആരുടേതാണ്? യിരെമ്യാവിന്റേതാണ്. യിരെമ്യാവ് കരയാൻ കാരണം എന്താ? ബൈബിൾ കോളേജിൽ പഠിച്ച സിൻസ പറഞ്ഞ്, യിരെമ്യാവിന് ഈ കരച്ചിലിന് കാരണം എന്താ? ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ യിരെമ്യാവിന്റെ കരച്ചിലിന്റെ കാരണം? കാരണം ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന്റെ ആലോചന പറയാൻ ദൈവം ഏൽപ്പിച്ച പ്രവാചകനാണ് ആര്? യിരെമ്യാവ് അല്ലേ? ദൈവത്തിന്റെ ആലോചന പറയുമ്പോ 2 ദിനവൃത്താന്തങ്ങൾ 36-11 മുതലൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ കുറിച്ചു വെച്ചാൽ മതി, പിന്നെ വായിച്ചു നോക്കിയാൽ മതി. വായിക്കുമ്പോൾ അറിയാം, ദൈവത്തിന്റെ ആലോചന അറിയിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ അവർ തങ്ങളെ തന്നെ എന്ത് ചെയ്തില്ല? താഴ്ത്തിയില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ദൈവം കൽദയ രാജാവിനെ അവരുടെ നേരെ വരുത്തി. ഈ കൽദയ രാജാവ് വന്ന് ഇസ്രായേലിലെ യൗവനക്കാരെ വാളുകൊണ്ട് കൊന്നു, അവരുടെ ആലയം ഇടിച്ചു നിരത്തി. പ്രിയമുള്ളവരെ, അനേകരെ അടിമകളാക്കി കൊണ്ടുപോയി. അതാണ് ബാബേൽ പ്രവാസകാലം. അപ്പൊ യിരെമ്യാവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവവചനത്തിന്റെ കീഴിലേക്ക് വന്നില്ലെങ്കിൽ, ദൈവത്തെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ യഹോവ നിങ്ങൾക്ക് അനർത്ഥം വരുത്തും. പ്രിയമുള്ളവരെ, ഈ കാര്യം പറഞ്ഞിട്ടൊന്നും തിരുത്താൻ അവർ തയ്യാറായില്ല. അനന്തരഫലം എന്താണ്? അവർ ബാബേലിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. അനേകര് പ്രിയമുള്ളവരെ കൊല്ലപ്പെടാനിടയായി. ഈ രംഗം കണ്ട് കരയുകയാണ് ദൈവത്തിന്റെ പ്രവാചകൻ. കണ്ണുനീരിന്റെ പ്രവാചകനാണ് യിരെമ്യാവ്. അപ്പോഴാണ് യിരെമ്യാവ് പറയുന്നത്, വീണ്ടും പറയുന്നത്, അവൻ എന്നേക്കും നിങ്ങൾ എന്ത് ചെയ്യുകയില്ല? തള്ളിക്കളകയില്ല. അവന് തന്റെ ജനത്തോട് കരുണ തോന്നും. പ്രിയമുള്ളവരെ, ദൈവവചനത്തോട് മത്സരിച്ചിട്ടോ അല്ലെങ്കിൽ അത്യുന്നതന്റെ ആലോചന തള്ളിക്കളഞ്ഞിട്ടോ അയോഗ്യമായി കർത്താവിന്റെ മേശയിൽ പങ്കാളികളായതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വന്നെങ്കിൽ ആരും നിരാശപ്പെടരുത്. നമ്മുടെ തെറ്റുകളെ ഓർത്ത് ദൈവത്തിന്റെ മുമ്പിൽ അനുതപിക്കണം. ദൈവത്തോട് കുറ്റങ്ങൾ ഏറ്റുപറയണം. വചനം പറയുന്നു, അവൻ എന്നേക്കും തള്ളിക്കളകയില്ല, അവന് നമ്മോട് കരുണ തോന്നും. നമ്മുടെ ഏറ്റുപറച്ചിൽ ഒരു ഫോർമാലിറ്റിയുടേതല്ല, ഒരു തകർന്ന ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത്, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ എന്ത് ചെയ്യുമെന്ന്? ഞാൻ കടാക്ഷിക്കുമെന്ന്. നമുക്ക് ആ ഭാഗത്തേക്ക്
വീണ്ടും മടങ്ങി വരാം. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. തലോട്ട് വായിച്ചാട്ടെ. ഭൂമിയിലെ സകല ബദ്ധന്മാരെയും കാൽക്കീഴിട്ട് മെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ? കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? ഞാൻ ഈ പുതിയ ഭാഷാന്തരത്തിൽ അതിലെ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 33-ാം വാക്യം ഇങ്ങനെയാണ്: മനുഷ്യ മക്കൾക്ക് അവിടുന്ന് മനഃപൂർവ്വം കഷ്ടതയോ ദുഃഖമോ വരുത്തുന്നില്ല. ശ്രദ്ധിക്കണേ, ദൈവമക്കൾക്ക് അവൻ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നില്ല? കഷ്ടതയോ ദുഃഖമോ വരുത്തുന്നില്ല. എന്നിട്ട് അടുത്ത വാക്ക്: ദേശത്തിലെ സകല ബന്ധിതരെയും കാൽ ചുവട്ടിൽ മെതിച്ചാൽ, അത്യുന്നതന്റെ മുമ്പിൽ ഒരു മനുഷ്യന് തന്റെ അവകാശം നിഷേധിച്ചാൽ, ഒരു മനുഷ്യന് നീതി നിഷേധിച്ചാൽ കർത്താവ് ഇതൊന്നും കാണുകയില്ലേ? എങ്ങനെയാണ് ഒരു മനുഷ്യന് നീതി നിഷേധിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഓരോ വ്യക്തിക്കും അവർക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കപ്പെടുകയാണ്, അല്ലേ? നിഷേധിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, മക്കളെന്നുള്ള നിലയിൽ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഒരു നീതിയുണ്ട്. ശ്രദ്ധിക്കണം. ഇനി മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട ഒരു നീതിയുണ്ട്, അല്ലേ? വിശ്വാസികൾ എന്ന നിലയിൽ ദൈവമക്കളെ ഒരു ശുശ്രൂഷകനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു നീതിയുണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ ഒരു ശുശ്രൂഷകനും നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഒരു നീതിയുണ്ട്. പ്രിയമുള്ളവരെ, ഈ നീതി ഏതാണ്? നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള നീതിയല്ല, വചനപ്രകാരമുള്ള നീതിയാണ്. വചനം എന്താണ് പറയുന്നത്? മക്കൾ മാതാപിതാക്കൾ ബന്ധം എങ്ങനെയാണ്? ഭാര്യ ഭർത്താവ് ബന്ധം എങ്ങനെയാണ്? വിശ്വാസി ശുശ്രൂഷകൻ ബന്ധം എങ്ങനെയാണ്? നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? ഇതൊക്കെ വചനമാണ് പറയുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ബന്ധമല്ല, വചനപ്രകാരം. ഈ നീതി നിഷേധിച്ചാൽ ഇത് ദൈവം കാണുകയില്ലേ എന്ന്. ദൈവം അത് കാണും. എന്നിട്ട് അടുത്ത വാക്യം 37-ാമത്തെ വാക്യം വായിക്കുന്നത്, 37-ാം വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? കർത്താവ് കൽപ്പിച്ചിട്ടല്ലാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? അടുത്ത വാക്യം. അത്യുന്നതന്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? പിന്നെ മനുഷ്യൻ ജീവനുള്ളവനെ നെടുവീർപ്പിടുന്നത് എന്ത്? മനുഷ്യൻ ജീവനുള്ള അന്ന് നെടുവീർപ്പിടുന്നത് എന്ത്? ഓരോരുത്തൻ താന്റെ പാപങ്ങളെ കുറിച്ച് നെടുവീർപ്പിടട്ടെ. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോ നമുക്ക് അതിന്റെ നമ്മുടെ ഈ ഭാഷാന്തരത്തിൽ അത്രയും അത് ക്ലിയർ ആകുന്നില്ല. ഞാൻ ഈ പുതിയ ഭാഷാന്തരത്തിൽ അത് വായിച്ചു കേൾപ്പിക്കാം, നിങ്ങളത് ശ്രദ്ധിക്കണേ. ആ വാക്യം ഇങ്ങനെയാണ്: അത്യുന്നതന്റെ നാവിൽ നിന്നാണല്ലോ വിനാശങ്ങളും നന്മകളും വരുന്നത്. ഒരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ നന്മ വരുന്നതും കഷ്ടങ്ങൾ വരുന്നതും എവിടെ നിന്നാണ്? ആരുടെ നാവിൽ നിന്നാണ്? അത്യുന്നതന്റെ നാവിൽ നിന്നാണ്. ഇസ്രായേൽ മക്കൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ബാബേലിലേക്ക് അടിമകളായി പോകാൻ അവരുടെ നേരെ ശത്രു രാജ്യത്തെ വരുത്തിയത് ആരാണ്? ആരാ വരുത്തിയത്? കൽദയ രാജാവിന് വരുത്തിയത് ദൈവമാണ്. അപ്പോ നമ്മൾ ഓർക്കണം, ദൈവമക്കളെ പിശാച് പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോ പിശാചിനെ അനുവദിക്കുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ടാ പറയുന്നത് അത്യുന്നതന്റെ നാവിൽ നിന്നാണ് നന്മയും തിന്മയും വരുന്നത്. എന്നിട്ട് അടുത്ത വാക്ക്, തന്റെ പാപങ്ങൾ നിമിത്തം ശിക്ഷിക്കപ്പെടുമ്പോൾ ജീവിക്കുന്ന ഏതു മനുഷ്യനും പരാതിപ്പെടുന്നത് എന്തിനാണെന്ന്. അപ്പൊ മുൻപ് പറഞ്ഞ പാപങ്ങൾ നിമിത്തം നമുക്ക് ശിക്ഷ ഉണ്ടാകുമ്പോ നമ്മൾ പരാതിപ്പെടുന്നത് എന്തിനാണെന്നായി ചോദിക്കുന്നേ. പരാതിപ്പെടണോ? അവിടെ ചെയ്യേണ്ടത് എന്താണ്? കർത്താവേ, തെറ്റനോട് ക്ഷമിക്കണമേ. ആ വാക്ക് അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ. നമുക്ക് നമ്മുടെ വഴികളെ പരിശോധിച്ച് അവയെ പരീക്ഷിക്കാം. നമുക്ക് യഹോവയെങ്കിലേക്ക് മടങ്ങാം. സ്വർഗത്തിലുള്ള ദൈവത്തിങ്കലേക്ക് നമ്മുടെ ഹൃദയങ്ങളും കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറയാം, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ മത്സരിച്ചു, അവിടുന്ന് ക്ഷമിച്ചതുമില്ല, അവിടുന്ന് കോപം പുതച്ച് ഞങ്ങളെ പിന്തുടർന്നു, ദയയില്ലാതെ ഞങ്ങളെ കൊന്നുകളഞ്ഞിരിക്കുന്നു.
പ്രിയമുള്ളവരെ, ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയാം, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ അങ്ങനെ നിലവിളിക്കാൻ ഇടയായപ്പോ ബാബേൽ പ്രവാസകാലം 70 കൊല്ലം കൊണ്ട് തീരുകയാണ്. അവരെ ദൈവം മടക്കിക്കൊണ്ടുവന്നു. പ്രിയമുള്ളവർ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് കുറവുകൾ ഉണ്ടെങ്കിലും തിരുവെടുത്ത് പറയുന്നു, നമ്മോട് ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുവത്താട് ശുശ്രൂഷയുടെ മുമ്പിൽ നാം ആയിരിക്കുമ്പോ കർത്താവിന്റെ മേശയിലേക്ക് നാം തുറന്നുള്ള സമയങ്ങൾ അടുത്തു വരുമ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു. അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മെ രക്ഷിപ്പാൻ, നമ്മെ വീണ്ടെടുക്കാൻ. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഒരു പ്രയത്നം കൊണ്ടും കഴിയാതിരുന്നപ്പോൾ നാം പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകേണ്ട ആളുകളാണ്. ആ നിത്യ നരകത്തിൽ നിന്നാണ് കർത്താവ് നമ്മെ വിടിവിച്ചത്. ഇസ്രായേൽ മക്കൾ, പ്രിയമുള്ളവരെ, മിസ്രയീമിൽ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഈ അടിമത്തത്തിൽ നിന്നാണ് ദൈവം അവരെ വിടിവിച്ചത്. പക്ഷേ തലമുറകൾ കഴിയുമ്പോ അവരിതൊക്കെ മറന്നു പോകുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യം എടുക്കാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ന്യായാധിപന്മാർ 2:10. പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. പ്രിയമുള്ളവരെ, വേറൊരു തലമുറ ഉണ്ടായി. എന്നിട്ട് അടുത്ത വാക്ക്, എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇനി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം മുഴുവൻ വായിച്ചാൽ അവിടെ കാണുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഇവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി അറിഞ്ഞ കണ്ട തലമുറ എന്ത് ചെയ്തു? ദൈവത്തോട് ചേർന്നു. ആ തലമുറ കഴിഞ്ഞു. അപ്പൊ 2 തലമുറ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മോശയുടെ കാലത്ത് ഒരു തലമുറ, അതിനുശേഷം യോശുവയുടെ കാലം. അത് കഴിഞ്ഞിട്ട് വന്ന തലമുറ എന്ന് പറയുന്നത് അവർ ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ അറിയാത്ത ഒരു തലമുറ ഉണ്ടായെന്ന്. ഈ തലമുറ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു. യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. അടുത്ത വാക്ക്, യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കളുടെ മുൻപാകെ നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ശത്രുവിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കൂടെ ആരുണ്ടാകണം? ദൈവം ഉണ്ടാകണം, അല്ലേ? ദൈവം ഇല്ലാതെ നമ്മൾ പാടി അവൻ നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമാണ്. ഈ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ നാം ആരോട് കൂടെ നിൽക്കണം? ദൈവത്തോട് കൂടെ നിൽക്കണം. പിശാചിനൊരു ലക്ഷ്യമുണ്ട്, ഏത് വിധത്തിലെങ്കിലും നമ്മെ തകർത്ത് ഇല്ലാതാക്കാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം അനുവദിക്കാത്തത് കൊണ്ട് ദുഷ്ടൻ തൊടുന്നില്ല. പക്ഷേ നാം പാപത്തിലേക്ക് തിരിഞ്ഞാൽ, ഇസ്രായേൽ ജനം ഒരു മുന്നറിയിപ്പാണ്. അവർ അന്യദൈവങ്ങളെ സേവിച്ചപ്പോൾ ശത്രു രാജാക്കന്മാരെ അവരുടെ നേരെ വരുത്തി. അവർ അവരെ പീഡിപ്പിച്ചു. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോ അവരുടെ കഷ്ടതയിലൊക്കെ അവർ ചെയ്തറിയാവോ? കഷ്ടം വന്നപ്പോ അവർ ദൈവത്തോട് നിലവിളിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആ സ്നേഹത്തെ ഓർത്ത്, ഇത് ഒരു വട്ടമല്ല, നമ്മൾ ഓർക്കണം. ഇങ്ങനെ സംഭവിച്ചത് അനേക പ്രാവശ്യമാണ്. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മത്സരിക്കുന്നു, ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അവർ നിലവിളിക്കുന്നു, ദൈവം അവരോട് ക്ഷമിക്കുന്നു, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ഈ പ്രക്രിയ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം മുഴുവൻ വായിക്കണം. ഇത് അനേക പ്രാവശ്യമാണ്, അല്ലേ? അപ്പൊ കർത്താവിന്റെ ദീർഘക്ഷമയെ ഓർത്ത് നോക്കിക്ക്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് വിലാപങ്ങളിൽ ഇരമ്യാവ് പറഞ്ഞത്, കർത്താവ് എന്നേക്കും തള്ളിക്കളയണമെങ്കിൽ ആദ്യത്തെ പാപം ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്യായിരുന്നു?
തള്ളിക്കളയായിരുന്നു. എന്തുകൊണ്ട് തള്ളിക്കളയുന്നില്ല? എന്തുകൊണ്ട് ദൈവം തള്ളിക്കളയുന്നില്ല? കാര്യം എന്നാണെന്നറിയാമോ? ദൈവം വീണ്ടെടുത്ത ജനമാണ്. ദൈവമക്കളെ, തെറ്റുകൾ വന്നിട്ടും എന്തുകൊണ്ട് ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല? നമ്മൾ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ്. കർത്താവാണ് നമ്മെ വീണ്ടെടുത്തത്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവിടുന്ന് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നേക്കും തള്ളിക്കളയാൻ കർത്താവിന് കഴിയില്ല. പ്രിയമുള്ളവരെ, നാം ചെയ്യേണ്ട കാര്യം എന്താണ്? അതിനോടുള്ള ബന്ധത്തിലാ കർത്താവ് ഈ തിരുവത്താഴ ശുശ്രൂഷയും ദൈവസഭയ്ക്ക് നൽകിയത്. കാരണം കർത്താവ് കഷ്ടം അനുഭവിക്കുന്നതിന്റെ തലേ രാത്രിയിൽ, പ്രിയമുള്ളവരെ, നിയമപ്രകാരമുള്ള പെസഹാ ഭക്ഷണത്തിന് ശേഷം യേശുക്രിസ്തു അപ്പം കയ്യിലെടുത്ത് സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്യണമെന്ന്. എന്റെ ഓർമ്മയ്ക്കായിട്ട്. എന്താ ഓർക്കേണ്ടത്? നമ്മെ രക്ഷിക്കാൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച കർത്താവിനെ നാം ഓർക്കണം. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച കർത്താവിനെ നാം ഓർക്കണം. പ്രിയമുള്ളവർ, ഈ കർത്താവിനെ ഓർക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന വികാരം എന്താണ്? ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന വികാരം എന്താണ്? ഞാൻ ഏൽക്കേണ്ട ശിക്ഷ എനിക്ക് പകരമായി യേശുക്രിസ്തു ഏറ്റെടുത്തെങ്കിൽ എന്റെ കൈകളിലും കാലുകളിലും ആണികൾ തറയ്ക്കേണ്ട സ്ഥാനത്ത്, എന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചടിക്കേണ്ട സ്ഥാനത്ത്, എന്റെ ശരീരം ചാട്ടവാറുകൊണ്ട് അടിച്ച് കീറപ്പെടേണ്ട സ്ഥാനത്ത്, ഞാനൊരു യാഗമായി ഞാൻ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. ക്രൂശിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിനോടുള്ള സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. കർത്താവേ, ദോഷിയായിരുന്ന പാപിയായിരുന്ന എന്നെ അവിടുന്ന് സ്നേഹിച്ചല്ലോ. കർത്താവേ, അവിടുന്ന് എന്നെ സ്നേഹിച്ചല്ലോ. അങ്ങ് എനിക്ക് വേണ്ടി പകരക്കാരനായിട്ട് ക്രൂശിൽ മരിച്ചല്ലോ. ദൈവമക്കളെ, ഈ സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് അനുസരണം വരികയുള്ളൂ. നമ്മൾ ഓർക്കണം, ദൈവകൽപ്പന നമ്മൾ അനുസരിക്കുന്നത് ഭാരമാണ്. പക്ഷെ ഇത് അനുസരിക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ? കർത്താവിനോടുള്ള സ്നേഹം ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ കൊലഞ്ചേരിയിലായിരുന്ന സമയത്ത്, പാലയിലായിരുന്ന സമയത്താണ് ഒരു വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ ഞാൻ ആ ഭവനത്തിൽ ചെന്നു. അവിടെ ചില നാളുകളായിട്ട് ഒരമ്മച്ചി രോഗശയ്യയിൽ കിടക്കുവാണ്. അപ്പോ ദൈവം തന്ന ചില ആലോചനയൊക്കെ പങ്കുവെച്ചത് കഴിഞ്ഞ് അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് ആ വീട്ടിലെ മകന്റെ ഭാര്യ, പ്രിയമുള്ളവരെ, കൊടുത്ത വില ഞാൻ മനസ്സിലാക്കുന്നത്. ആ സഹോദരിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. തന്റെ ഭർത്താവിന്റെ അമ്മ വീഴ്ചയായി കഴിഞ്ഞപ്പോ ആ സഹോദരി ജോലി രാജിവെച്ചിട്ട് അമ്മായിയമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്നു. ആ വീട്ടിൽ നിങ്ങൾ ആ കുടുംബം ഓർത്ത് നോക്കിക്കേ. സ്വന്തം അമ്മയല്ല, ഭർത്താവിന്റെ അമ്മ വീഴ്ചയായപ്പോൾ, കിടപ്പിലായപ്പോൾ തനിക്കുണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് ആ മരുമകൾ അമ്മയെ ശുശ്രൂഷിക്കുക. ചില നാളുകൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടിൽ ആ പ്രാർത്ഥന നടക്കുന്നത്. അപ്പൊ അന്ന് പ്രാർത്ഥനയിൽ ഞാൻ എന്റെ ഉള്ളിൽ വന്നൊരു വചനങ്ങളോട് പറഞ്ഞു. കാരണം കർത്താവ് കഷ്ടതയെ ചുരുക്കുമെന്ന്. തന്റെ വൃതന്മാർ നിമിത്തം കർത്താവ് എന്ത് ചെയ്യും? കഷ്ടതയുടെ നാളുകളിൽ ചുരുക്കും. ഇപ്പൊ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്നുണ്ടെങ്കിൽ കഷ്ടതയുടെ നാളുകളെ ചുരുക്കി തരാൻ ആർക്ക് പറ്റും? ദൈവത്തിന് കഴിയും. രോഗശയ്യയിൽ ഒരു അസ്ഥിപഞ്ജരമായി കിടക്കുന്ന അമ്മ നാളുകളായിട്ട് കിടപ്പാണ്. പക്ഷെ പലരും ചോദിച്ചു കാണും, നിങ്ങൾ ദൈവത്തെ സേവിച്ചിട്ട് എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ആ ഉപവാസ പ്രാർത്ഥന, ആ കണ്ണുനീര് ദൈവം കണ്ടു. ഞാൻ പാലയിൽ തിരിച്ചെത്തി 7 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അമ്മച്ചി മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത. നാളുകളായിട്ട് കിടപ്പിലായിരുന്ന അമ്മയ്ക്ക് ദൈവം അങ്ങനെ ഒരു വിടുതൽ കൊടുത്തു. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. പ്രിയമുള്ളവർ, ഈ സഹോദരി എന്ത് ചെയ്തു? ഈ അമ്മയെ ശുശ്രൂഷിക്കാൻ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അല്ലേ? കുറച്ചൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ആരെങ്കിലും നമുക്ക് വേണമെങ്കിൽ വേലയ്ക്ക് നിർത്താം, വേണമെങ്കിൽ കൂലിക്ക് നിർത്താം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഒരു മോൻ മാത്രമേ ഉള്ളൂ, വേറെ മക്കളില്ലേ, അവർക്കും ഇല്ലേ ഉത്തരവാദിത്വം, ഞാൻ എന്തിനാ ജോലി രാജിവെക്കുന്നത്, അല്ല എന്തെല്ലാം വേണമെങ്കിൽ പറയാലേ. പക്ഷെ ആ സഹോദരി കർത്താവിനോടുള്ള സ്നേഹമാണ് അത് ചെയ്തത്. കാരണം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചലായിരുന്നു.
കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെട്ടത് എങ്ങനെയാണ്? തന്റെ ഭർത്താവിന്റെ അമ്മയെ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നു, ഈ അമ്മയെ ദൈവം എന്നെ ഏൽപ്പിച്ചെങ്കിൽ ശുശ്രൂഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ്. ത്യാഗ മനസ്സോടെ ചെയ്തു. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു ദൈവമക്കളെ. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പ്രയാസമുള്ള കാര്യവും അനുസരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. കർത്താവിനോട് സ്നേഹമില്ലെങ്കിൽ നമുക്കിതൊക്കെ ഭാരമാണ്, അല്ലെ? ഒരാള് നമുക്കൊരു തെറ്റ് ചെയ്താൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല, നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റില്ല, നമുക്ക് ദോഷം ചെയ്ത ആൾക്ക് നന്മ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ, കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹത്തിൽ നിന്നാണ് അനുസരണം വരുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. എന്റെ ഓർമ്മയ്ക്കായി ഈ തിരുവത്താഴ ശുശ്രൂഷ നടത്തുമ്പോൾ കർത്താവിനോടുള്ള ഓർമ്മ, സ്നേഹം, പ്രിയമുള്ളവരെ, അത് നമ്മെ അനുസരണത്തിലേക്ക് നടത്തുകയാണ്. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയൊരു പാട്ട് നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേതാൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേതാൻ കൂടെ വാഴാനെന്നു സാധ്യമോ, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, ആമേൻ. യേശുവോടു ചേർന്നിരിപ്പം മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൻ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൻ, നീക്കി എന്റെ ശാപമെല്ലാം വഹിച്ചതാൻ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആർക്കും തൻ കൂടെ വാഴാൻ ഇന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധിയിൽ നമിക്കാം, ശരീരത്തിന്റെ കണ്ണുകളെ അടയ്ക്കാം. ദൈവഹിതപ്രകാരമുള്ള കഷ്ടം എന്ന ആ വിഷയം നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. നമുക്ക് ദൈവം അടുത്തൊരു കൂട്ടായ്മയിൽ അതിനുള്ള അവസരം തരട്ടെ. ഇന്ന് ദൈവാത്മാവ് നമ്മെ ഈ നിലയിൽ കാര്യങ്ങൾ നടത്തിയല്ലോ. നമ്മെക്കുറിച്ച് ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, സഭാഹോളിലായിരിക്കുന്നവർ, ദൈവമക്കളെ, കർത്തൃമേശയിലേക്ക് അടുത്തു വരാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ ഉള്ളവർക്ക് കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ക്രൂശിനെ ധ്യാനിക്കാൻ കഴിയുമല്ലോ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. പാനപാത്രം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ചിന്തിയ രക്തത്തെയാണ് നാം ഓർക്കുന്നത്. അവിടുത്തെ ശരീരം ചാട്ടവാറ് കൊണ്ടടിച്ച് കീറിയപ്പോൾ, ശിരസിൽ മുൾക്കിരീടം വെച്ചടിച്ചപ്പോൾ, കൈകാലുകൾ ആണികളാൽ തുളയ്ക്കപ്പെട്ടപ്പോൾ, ആ മുറിവിലൂടെ ഒഴുകിയ രക്തത്തെ മാത്രമല്ല, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടാനുഭവങ്ങളെ കൂടെ നാം ഓർക്കുകയാണ്. യേശു കർത്താവ് തിരുവെഴുത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി ഒരുപക്ഷെ ചിലര് മരിക്കാൻ കണ്ടേക്കാം, എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഈ ലോകത്തിൽ നീതിമാനു വേണ്ടി, നീതിമാനായി ജീവിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി മരിക്കാനൊന്നും ആരും കാണണമെന്നില്ല. ഒരുപക്ഷെ നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ചിലർക്ക് വേണ്ടി ഒരുപക്ഷെ മരിക്കാൻ ചിലർ കണ്ടേക്കാം.
എന്നാൽ വചനം പറയുന്നത് നാം നീതിമാനുമായിരുന്നില്ല, ഗുണവാനുമായിരുന്നില്ല. നാം ആരായിരുന്നു? നാം പാപികളായിരുന്നു, നാം ശത്രുക്കളായിരുന്നു, നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ള നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചപ്പോൾ അതിലൂടെ ദൈവം എന്താണ് വെളിപ്പെടുത്തിയത്? നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയാണ്. ദൈവമക്കളെ, ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച കർത്താവിനെ വിട്ട് അകലാൻ നമുക്ക് എങ്ങനെ കഴിയും? പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആരാണ്? കഷ്ടതയോ, സങ്കടമോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇവയ്ക്കൊന്നിനും ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. താങ്ക് യു ലോർഡ്. നമ്മെ തന്നെ ശോധന ചെയ്യാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ആരോടെങ്കിലും നിരപ്പാകേണ്ടതുണ്ടെങ്കിൽ, കുറവുകളുണ്ട് ദൈവമക്കളെ, ജീവിതത്തിലുണ്ട്. നമ്മൾക്ക് പലപ്പോഴും കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ വീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. നമ്മുടെ നാവ്, സംസാരം ആരെയെങ്കിലും മുറിവേൽപ്പിച്ചെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കണം, നിരപ്പാകണം. വചനത്തിൽ നമുക്കൊരു വിറയ്ക്കുന്ന മനസ്സുണ്ടാകണം. ഒരുക്കത്തോട് വേണം ഇന്ന് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കാൻ. നമുക്കിത് ശിക്ഷയ്ക്ക് കാരണമാകരുത്, ഇത് രോഗത്തിന് കാരണമാകരുത്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയമുള്ളവരെ, അയോഗ്യതയോടെ കർത്തൃമേശ എടുത്ത ആരെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ, വീഴ്ചകൾ ഒക്കെ ഉണ്ടായിട്ടും അത് മറച്ചുവെച്ച് കർത്തൃമേശ എടുത്ത ആരെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, അതൊക്കെ ദൈവത്തോട് ഏറ്റുപറയണം. ഇനി അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഇന്ന് ആഴമായി ഈ കാര്യത്തിൽ നമുക്കൊരു ബോധ്യം ദൈവം തന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരി സഹോദരങ്ങൾ, ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ.